ശബരിമല ദർശനം കിട്ടാതെ തീർത്ഥാടകർ പന്തളത്തു നിന്നും മടങ്ങുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി നെയ്യഭിഷേകം നടത്തി മാലയൂരിയാണ് മടങ്ങുന്നത്. ദർശനം കിട്ടാതെ മടങ്ങുന്നവരിൽ മലയാളികളും ഉണ്ട്. 8-10 മണിക്കൂറോളം വഴിയിൽ കാത്തുനിന്നിട്ടും ശബരിമല ദർശനം കിട്ടാതെയാണ് തീർത്ഥാടകരുടെ മടക്കം. അപ്പാച്ചിമേട് എത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ശബരിപീഠം മുതൽ ക്യൂ ആണ്. തിരക്കിനെ തുടർന്ന് ഇന്നലെ വഴിയിൽ തടഞ്ഞു നിർത്തിയവരെല്ലാം ഇന്നാണ് എത്തുന്നത്. ബുക്കിങ്ങിലുള്ളവർ കൂടി എത്തുന്നതോടെ തിരക്ക് വർദ്ധിക്കാൻ ഇടയുണ്ട്. ആയിരക്കണക്കിന് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ നാമമാത്രമായ പോലീസാണ് ഉള്ളത്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിച്ച് പരിചയമുള്ള മുതിർന്ന പോലീസുകാരുൾപ്പെടെ ആരെയും ഇക്കുറി സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് നിയോഗിക്കാതിരുന്നതും അയ്യപ്പഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിന് കാരണമാകുന്നുണ്ട്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണത്തിന് 1850 പോലീസുകാരാണ് ഉള്ളത്. ഇതിൽ 8 മണിക്കൂറുള്ള ഒരു ഷിഫ്റ്റിൽ സേവനത്തിനുള്ളത് 615 പേർ മാത്രം. മുൻ വർഷങ്ങളിൽ തിരക്ക് കൂടുന്നതനുസരിച്ച് KAP ക്യാമ്പുകളിൽ നിന്നും കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തോളം തീർത്ഥാടകർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 60,000-ആയി കുറഞ്ഞിട്ടും പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം. നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന മുതിർന്ന മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാർക്കും പ്രാഥമിക കർമ്മങ്ങളോ കുടിവെള്ളമോ കിട്ടുന്നില്ലെന്നും പരാതി ഉയരുകയാണ്. സുഗമമായി അയ്യപ്പ ദർശനം ആഗ്രഹിച്ചെത്തുന്ന അന്യ സംസ്ഥാനക്കാരും ഇതേ അനുഭവമാണ് നേരിടേണ്ടി വരുന്നത്. ശബരിമലയിൽ ന്യൂസ് ഡെസ്ക് ചാനൽ 91.